പ്രിയം നിറഞ്ഞവരെ, ക്രിസ്തീയ രഹസ്യത്തിൻ്റെ ആഘോഷമായ ആരാധനാക്രമത്തിൽ അല്ലെങ്കിൽ ലിറ്റർജിയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് CCC 1077 മുതൽ 1112 വരെയുള്ള ഖണ്ഡികകളിൽ വിവരിക്കുന്നത്. ഒന്നാമത്, പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തി. ആരംഭം മുതൽ കാലത്തിൻ്റെ അവസാനം വരെ പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തി മുഴുവൻ ഒരു ആശീർവാദമാണ്. ആശീർവാദം ജീവദായകവും ദൈവീകവുമായ ഒരു കർമ്മമാണ്. അതിൻ്റെ ഉറവിടം പിതാവ് തന്നെയാണ്. ആദിമ സൃഷ്ടി മുതൽ സ്വർഗീയ ജെറൂസലേമിലെ ആരാധനയുടെ നിമിഷങ്ങൾ വരെയുള്ള രക്ഷാകര പദ്ധതിയിലെ എല്ലാ സംഭവങ്ങളെയും പിതാവായ ദൈവത്തിൻ്റെ ബൃഹത്തായ ഒരു ആശീർവാദമായിട്ടാണ് ദൈവനിവേശിത ഗ്രന്ഥകാരന്മാർ പ്രഘോഷിക്കുന്നത്. ഈ ആശീർവാദം സഭയുടെ ആരാധനാക്രമത്തിൽ പൂർണ്ണമായി വെളിവാക്കപ്പെടുകയും നൽകപ്പെടുകയും ചെയ്യുന്നു. സൃഷ്ടിയുടെയും രക്ഷയുടെയും ആശീർവാദങ്ങളുടെ ഉറവിടവും അവസാനവും എന്ന നിലയിൽ പിതാവ് ഈ ആരാധനാക്രമത്തിൽ ആരാധിക്കപ്പെടുന്നു, സ്തുതിക്കപ്പെടുന്നു. പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഈ ആശീർവാദങ്ങളെ സഭയിലേക്ക്, വിശ്വാസികളിലേക്ക് അതിൻ്റെ പൂർണ്ണതയിൽ നൽകുന്നു. പരിശുദ്ധാത്മാവിനെ വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയുന്നു. പിതാവായ ദൈവത്തിൻ്റെ ഈ ആശീർവാദങ്ങൾക്ക് വിശ്വാസികളായ സഭാംഗങ്ങൾ വിശ്വാസത്തിലും സ്നേഹത്തിലും നൽകുന്ന പ്രത്യുത്തരമാണ് സഭയുടെ ആരാധനാക്രമം. ഈ ആരാധനാക്രമത്തിൽ 2 മാനങ്ങളാണുള്ളത്. ഒന്നാമത്, സഭ ക്രിസ്തുവിനോട് ചേർന്നും പരിശുദ്ധാത്മാവിലും പിതാവായ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ മാനം, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണം വരെ സഭ വിശ്വാസികളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും പരിശുദ്ധാത്മാവിനെ ചൊരിയണമെന്ന് പിതാവിനോട് യാചിക്കുന്നു. രണ്ടാമത്, പുത്രനായ ദൈവത്തിൻ്റെ പ്രവൃത്തി. ലിറ്റർജിയിൽ സഭയുടെ ആരാധനാക്രമത്തിൽ പുത്രനായ ദൈവത്തിൻ്റെ പ്രവൃത്തി കൗദാശികമാണ്. സഭയാകുന്ന തൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിനെ ചൊരിഞ്ഞുകൊണ്ടും അവിടുന്ന് സ്ഥാപിച്ച കൂദാശകളിലൂടെ സഭയിലേക്ക് കൃപാവരം പകർന്നു കൊടുക്കുവാനുമായി ക്രിസ്തു പ്രവർത്തിക്കുന്നു. സഭയുടെ ഈ ആരാധനാക്രമത്തിൽ ക്രിസ്തു സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്നത് പ്രധാനമായും തൻ്റെ തന്നെ പെസഹ രഹസ്യമാണ്. അവിടുത്തെ പെസഹ രഹസ്യം നമ്മുടെ ചരിത്രത്തിൽ നടന്ന യഥാർത്ഥ സംഭവമാണ്. എന്നാൽ മറ്റു സംഭവങ്ങളെ പോലെയല്ല ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യത്തിൻ്റെ സംഭവം. മറ്റു സംഭവങ്ങളെല്ലാം തന്നെ കടന്നു വരികയും ഭൂതകാലത്തിൽ അലിഞ്ഞു പോവുകയും ചെയ്യുന്ന സംഭവമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം അത് ഭൂതകാലത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. കാരണം ക്രിസ്തു തൻ്റെ മരണം വഴി മരണത്തെ തോൽപ്പിച്ചതുകൊണ്ട് തൻ്റെ പെസഹ രഹസ്യം ഭൂതകാലത്തിൽ മാത്രം, പാസ്റ്റിൽ മാത്രം അതിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. എല്ലാ കാലങ്ങൾക്കും അതീതമായി നിലനിൽക്കുന്നു. കുരിശിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഈ സംഭവം എല്ലാറ്റിനെയും ജീവനിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. ദൈവപുത്രൻ തൻ്റെ മരണത്താലും ഉത്ഥാനത്താലും നമ്മെ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും നമ്മെ പിതാവായ
ദൈവത്തിൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്ന് പ്രഘോഷിക്കാൻ വേണ്ടിയാണ് ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തത്. അവർ പ്രഘോഷിച്ച ഈ രക്ഷാകർമ്മം ബലിയും കൂദാശകളും വഴി തുടർന്നു കൊണ്ടു പോകണമെന്നുകൂടി ക്രിസ്തു അഭിലഷിച്ചു. ഈ ബലിയുടെയും കൂദാശകളുടെയും ചുറ്റുമാണ് ആരാധനാ ജീവിതം മുഴുവൻ ഭ്രമണം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അപ്പസ്തോലന്മാർ ഈ വിശുദ്ധീകരണ അധികാരം തങ്ങളുടെ പിൻഗാമികളെ ഭരമേൽപ്പിച്ചു. ഈ അപ്പസ്തോലിക തുടർച്ച സഭയുടെ ആരാധനാ ജീവിതത്തെ മുഴുവനും ക്രമപ്പെടുത്തുന്നു. ഈ അപ്പസ്തോലിക തുടർച്ച തിരുപ്പട്ടമെന്ന കൂദാശയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ദൈവം പൂർണ്ണമായി മഹുദ്ധീകരിക്കപ്പെടുകയും മനുഷ്യർ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഈ ആരാധനാക്രമത്തിൽ ക്രിസ്തു സദാ സന്നിഹിതനാണ്. വിശുദ്ധമായ ജെറുസലേമിൽ ആഘോഷിക്കാവുന്ന സ്വർഗീയ ആരാധനയുടെ മുന്നാസ്വാദനമായി ഈ ദൈവീക ആരാധനാക്രമത്തിൽ നമ്മളും പങ്കുചേരുന്നു. മൂന്നാമത്, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രവൃത്തി. ആരാധനാക്രമത്തിൽ പരിശുദ്ധാത്മാവ് ദൈവജനത്തിൻ്റെ വിശ്വാസ പ്രബോധകനാണ്. 4 പ്രവൃത്തികളാണ് ഈ ആരാധനാക്രമത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഒന്നാമത്, ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്നു. രണ്ടാമത്, പരിശുദ്ധാത്മാവ് ക്രിസ്തു രഹസ്യത്തെ അനുസ്മരിപ്പിക്കുന്നു. മൂന്നാമത്, പരിശുദ്ധാത്മാവ് ക്രിസ്തു രഹസ്യത്തെ യാഥാർത്ഥ്യമാക്കുന്നു. നാലാമത്, ക്രിസ്തുവുമായ സംസർഗത്തിലേക്കും നമ്മെ കൊണ്ടുവരുന്നതും സഭയിൽ ഐക്യത്തിൻ്റെ ദാനത്തെ ഫലമണിയിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. പ്രിയ നിറഞ്ഞവരെ, ഈ 4 പ്രവൃത്തികളെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു വിവരണം കൂടി അച്ഛൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഒന്നാമത്തെ പ്രവൃത്തി, ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്നു എന്നുള്ളതാണ് ആരാധനാക്രമത്തിലെ ഒന്നാമത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. പഴയ ഉടമ്പടിയുടെ പ്രതിരൂപങ്ങളായി അവതരിപ്പിക്കപ്പെട്ടിരുന്നവയെ പരിശുദ്ധാത്മാവ് കൗദാശികമായ പദ്ധതിയിൽ നിറവേറ്റുന്നു. സഭയുടെ ആരാധനാക്രമം പഴയ ഉടമ്പടിയിലെ ആരാധനയിലെ ചില ഘടകങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. പ്രധാനമായി പഴയ നിയമ വായന, സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, സർവോപരി ക്രിസ്തുവിൻ്റെ രഹസ്യത്തിൽ നിറവേറിയ രക്ഷാകര സംഭവങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും അനുസ്മരണം. ഉദാഹരണം, വാഗ്ദാനം, ഉടമ്പടി, പുറപ്പാട്, പെസഹ, രാജ്യം, ദേവാലയം, വിപ്രവാസം, തിരിച്ചുവരവ്. ജലപ്രളയം, നോഹയുടെ പെട്ടകം, മാമോദീസ വഴിയുള്ള രക്ഷയെ മുൻകൂട്ടി ചിത്രീകരിക്കുന്നതാണ്. സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പമായ കുർബാനയെ മരുഭൂമിയിലെ മന്ന എന്ന പ്രതീകത്തിലൂടെ പഴയ നിയമത്തിൽ അത് ചിത്രീകരിക്കുന്നു. പുതിയ ഉടമ്പടിയുടെ ലിറ്റർജിയിൽ ആരാധനപരമായ ഓരോ പ്രവൃത്തിയും, പ്രത്യേകിച്ച് കുർബാനയുടെയും കൂദാശകളുടെയും ആഘോഷം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരു സമാഗമമാണ്. തങ്ങളുടെ കർത്താവിനെ കണ്ടുമുട്ടുന്നതിനും നന്നായി സജ്ജീകരിക്കപ്പെട്ട ഒരു ജനം ആയിത്തീരുന്നതിനും വേണ്ടി സമൂഹം ഒരുങ്ങണം. ഈ ഹൃദയങ്ങളുടെ ഒരുക്കം പരിശുദ്ധാത്മാവാണ് നിറവേറ്റുന്നത്. പരിശുദ്ധാത്മാവിൻ്റെയും സമൂഹത്തിൻ്റെയും ഒരു സംയുക്ത പ്രവൃത്തിയായി ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായി ഹൃദയങ്ങൾ, വിശ്വാസികളുടെ സഭയുടെ ഹൃദയം ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം വിശ്വാസവും ഹൃദയ പരിവർത്തനവും പിതാവിൻ്റെ ഹിതത്തോടുള്ള വിധേയത്വവും ഉണർത്തുവാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കുന്നു. പ്രിയ നിറഞ്ഞവരെ, രണ്ടാമത്തെ പ്രവൃത്തി,
പരിശുദ്ധാത്മാവ് ക്രിസ്തു രഹസ്യത്തെ അനുസ്മരിപ്പിക്കുന്നു ആരാധനാക്രമത്തിൽ. പരിശുദ്ധാത്മാവും സഭയും ക്രിസ്തുവിനെയും അവിടുത്തെ രക്ഷാകര കർമ്മത്തെയും ആരാധനാക്രമത്തിൽ വെളിപ്പെടുത്തുവാനായിട്ട് സഹകരിക്കുന്നു. പ്രധാനമായും വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തു നമുക്കായി ചെയ്തതെല്ലാം സമൂഹത്തെ അനുസ്മരിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന് ജീവൻ നൽകിക്കൊണ്ട് സമൂഹത്തെ രക്ഷാകര സംഭവത്തിൻ്റെ അർത്ഥത്തെ പറ്റി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ക്രിസ്തു രഹസ്യത്തെ ആരാധനാക്രമത്തിൽ അനുസ്മരിപ്പിക്കുന്നത്. മൂന്നാമത്, ക്രിസ്തു രഹസ്യത്തെ പരിശുദ്ധാത്മാവ് യാഥാർത്ഥ്യമാക്കുന്നു. ക്രൈസ്തവ ആരാധനാക്രമത്തിൽ, ലിറ്റർജിയിൽ ഈശോ നമ്മെ രക്ഷിച്ച സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുക മാത്രമല്ല, അവയെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ രൂപാന്തരീകരണ ശക്തിയാണ്. പ്രധാനമായും റൂഹാക്ഷണ പ്രാർത്ഥനയിൽ വിശുദ്ധീകരിക്കുന്നവനായ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് പുരോഹിതൻ പിതാവായ ദൈവത്തോട് യാചിക്കുന്നു. കാഴ്ചവസ്തുക്കൾ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുന്നതിനും വിശ്വാസികൾ അവയെ സ്വീകരിച്ചുകൊണ്ട് അവർ തന്നെ ദൈവത്തിനുള്ള ഒരു സജീവ ബലിവസ്തുവായി തീരുന്നതിനും വേണ്ടിയാണത്. ആരാധനാക്രമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ രൂപാന്തരീകരണ ശക്തി രാജ്യത്തിൻ്റെ വരവിനെയും രക്ഷാകര രഹസ്യത്തിൻ്റെ പൂർത്തീകരണത്തെയും ത്വരിതപ്പെടുത്തുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് ക്രിസ്തു രഹസ്യത്തെ ആരാധനാക്രമത്തിൽ യാഥാർത്ഥ്യമാക്കുന്നു. നാലാമത്, ക്രിസ്തുവുമായുള്ള സംസർഗത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതും സഭയിൽ ഐക്യത്തിൻ്റെ ദാനം ഫലമണിയിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവും സഭയും തമ്മിലുള്ള ഏറ്റവും ഉറ്റ സഹകരണം നമ്മൾ കാണുന്നത് ആരാധനാക്രമത്തിലാണ്. അത് യാഥാർത്ഥ്യമാകുന്നത് ആരാധനാക്രമത്തിലാണ്. പരിശുദ്ധ തൃത്വവുമായുള്ള സംസർഗവും സഹോദരപരമായ സംസർഗവും ആരാധനാക്രമത്തിൽ വേർതിരിക്കാനാവാത്ത വിധം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ടത് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ആരാധനാക്രമം ഐക്യത്തിനുള്ള ഒരു ദൈവവിളിയായി പരിശുദ്ധാത്മാവ് അതിനെ മാറ്റുകയും ചെയ്യുന്നു. നിറഞ്ഞവരെ, 4 പ്രവൃത്തികൾ ആരാധനാക്രമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെതായി ത്രിത്വൈക ദൈവത്തിൽ 3-ാം ആളായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളായി നമ്മൾ ഈ CCCയിൽ നമ്മളതിന് മനസ്സിലാക്കുകയാണ്. നിറഞ്ഞവരെ, പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് നമ്മൾ 1077 മുതൽ 1112 വരെ ഖണ്ഡികയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ആ തൃത്വത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു അറിവും ബോധ്യവും കുറേയും കൂടിയും ആരാധനാക്രമത്തിൽ, ലിറ്റർജിയിൽ സജീവമായി പങ്കുചേർന്ന് ആ തൃത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ആരാധനാക്രമത്തിൽ, ലിറ്റർജിയിൽ പങ്കെടുക്കുവാൻ നമുക്ക് വലിയൊരു പ്രചോദനമായി തീരട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.